ഏറ്റവും പ്രധാനമായിട്ട് കാര്യം, നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കി ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വഴക്കും കുട്ടികളെ മുന്നിൽ വെച്ച് ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങളെക്കുറിച്ചൊരു മതിപ്പ് ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് അവരൊന്നും സ്വീകരിക്കൂല. അതായത് നിങ്ങളുടെ വൈഫിനെ എങ്ങനെ എപ്പോഴും ചീത്താക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആ കുട്ടിക്ക് ഒരു മതിപ്പുണ്ടാവും. ഒന്ന്, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഉമ്മയെ നിങ്ങൾ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങളെ അവൻ ഇഷ്ടപ്പെടാൻ പറ്റില്ല. രണ്ടാമത്തത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങളും എന്തോ ഒരു ശരികേടുണ്ട്, ഒരു അധാർമികതയുണ്ടെന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ധാർമ്മികമായി അവനോട് പറയാനോ അവനെ സ്വാധീനിക്കാനോ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് വഴക്കിടുന്ന രക്ഷിതാക്കൾക്ക് കുട്ടികളെ വളർത്തുന്നതിലും കുട്ടികളെ നല്ലവരാക്കി തീർക്കുന്നതിലും യാതൊന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതിലുപരി എന്താ വെച്ചാൽ, അവൻ ഇഷ്ടപ്പെടുന്ന ഉമ്മനെ ചീത്ത പറയുമ്പോൾ അവൻ മാനസികമായി ഭയങ്കരമായ സ്ട്രെസ് അനുഭവിക്കും, ഭയങ്കര മാനസികമായ പ്രയാസം അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ജോളിയായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് കുട്ടികൾ കാണണം. അതവരുടെ മാനസിക വളർച്ചയെയും നിങ്ങളുമായുള്ള ബന്ധത്തെയൊക്കെ വല്ലാതെ സ്വാധീനിക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടെങ്കിൽ അതിൽ കുട്ടികളെ സ്കൂൾ പോയിട്ട് ആക്കുക, അല്ലെങ്കിൽ കുട്ടികളെ ഉറങ്ങിയിട്ട് വേറെ റൂമിൽ പോയിട്ട് ആക്കുക, അല്ലെങ്കിൽ വേറൊരു സന്ദർഭം കാണുക, അല്ലെങ്കിൽ കുട്ടികളെ വീട്ടിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ തച്ചേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് സമയം നിങ്ങൾ കുട്ടികളില്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, കാണുക എന്നുള്ളതാണ് പ്രധാനം. ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും നന്മ നിങ്ങളെ കുട്ടികൾക്ക് ഭാവിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് മുമ്പിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും വഴക്കുണ്ടാക്കുക. നമ്മൾ വഴക്കുണ്ടാക്കി നമ്മൾ അറിയണില്ല. നമ്മൾ ഈ കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ തമ്മിൽ എന്തുണ്ട്, കാറിൽ വെച്ച് ബഹളം കൂടുന്നത് നമ്മൾ പോലും അറിയണില്ല. പക്ഷെ അത് ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ഭയങ്കരമാണ്. ഞാൻ എൻ്റെ സംസാരത്തിൽ പറഞ്ഞു, പിന്നെ എല്ലാവരും ഇങ്ങനെ ഉംറക്ക് പോകണം ചർച്ച ചെയ്തപ്പോൾ 6 വയസ്സ് ഉണ്ടാവുമല്ലോ ആ പെൺകുട്ടി. അപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്താണ് ഉംറക്ക് പോയാൽ പ്രാർത്ഥിക്കുക, അവൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഉമ്മനെ ചീത്ത പറയരുത്, അതാണ് നമുക്കാകെ പ്രാർത്ഥിക്കാനുള്ളതാണ്. പോയിട്ട് ഹറമ് പോയിട്ടേ അവൾക്ക് ഉംറക്ക് പോകാൻ അവസരം കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കാനുള്ളതെന്ന് വെച്ചാൽ ഉമ്മനെ ചീത്ത അറിയാൻ പറ്റില്ല എന്ന്. ഒരു കുട്ടീൻ്റെ മനസ്സിൽ എത്രമാത്രം ആഴമായിട്ട് അത് സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കാം. പൊതുവെ നിങ്ങൾ ഈ ഇവിടെ ഉള്ള ഈ ഒതുങ്ങിയൊരു ഫാമിലി ആവുന്നതുകൊണ്ട് പലപ്പോഴും വഴക്കിൻ്റെ സാധ്യത നാട്ടിലുള്ളതിനേക്കാളും കൂടുതലാണെന്ന് ഞാൻ മനസ്സിലായി. വേറെ എൻഗേജ്മെൻ്റ് ഒന്നുമില്ലല്ലോ, നമ്മൾ തമ്മിൽ മാത്രമാകുമ്പോൾ എല്ലാ പ്രശ്നവും തമ്മിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ട് വിയോജിപ്പുകൾ ധാരാളമായിട്ടുണ്ടാവും. അവിടെ തല്ല് നമ്മൾ വിചാരിക്കാതെ അങ്ങനെ നടക്കുന്നുണ്ടാവും. അത് ഈ കുട്ടികളുടെ വളർച്ചയെ വളരെ പ്രധാനമായി ബാധിക്കും. അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് തീർത്ത് അല്ലെങ്കിൽ അവരെ മുമ്പൊന്നും ആവാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുട്ടികളെ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് വളരെ സന്തോഷം, ആഹ്ലാദം. ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ നിങ്ങളുടെ പെൺകുട്ടികൾ ഒരു പക്ഷേ ഭാവിയിൽ സമയത്തിന് മുമ്പ് നിങ്ങളോട് വിവാഹത്തെ ആവശ്യപ്പെടും. കാരണം അവർ നിങ്ങളുടെ ആ ലൈഫ് കാണുമ്പോൾ അവർ ആഗ്രഹിച്ചു പോകും, അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. അത്രമാത്രം സൽഫലങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധം എന്ന് പറയുന്നത്.